വെൽക്കം ടു കോമഡി മാസ്റ്റർ. താങ്ക് യു. എവിടെന്നാ വരുന്നത്? ഞാൻ പട്ടാമ്പി കാരക്കാട്. ഓക്കെ, കലാഭവനിലുണ്ടായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ അവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ എൻ്റെ കൂടെ ടീമിലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇന്ന് മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാറിന്റെ പ്രസംഗിക്കുന്ന വോയിസും പത്രക്കാരോടുള്ള ഇന്റർവ്യൂ വോയിസും രണ്ട് ഡിഫറെന്റ് വോയിസും. ഓക്കെ, അപ്പോൾ ആദ്യം കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ഒരു പ്രസംഗ വോയിസിന്റെ ഒരു വേറൊരു ശൈലിയിലാണ്, അത് നോക്കാം. പല പ്രാവശ്യം പല യോഗങ്ങളിലും സംബന്ധിച്ചിട്ടുണ്ട്, സ്വീകരണത്തിലും സംബന്ധിച്ചിട്ടുണ്ട്, അധികാരമേറ്റപ്പോൾ അതുപോലെ തന്നെ ജാഥ ക്യാപ്റ്റനായപ്പോൾ അങ്ങനെ പല ഘട്ടത്തിലും. പക്ഷേ രാജിവെച്ചൊരു സ്വീകരണവും വാങ്ങി നോക്കിയിട്ടില്ല. പക്ഷെ എല്ലാത്തിനേക്കാളും ബഹുമാനമുള്ളതും എല്ലാത്തിനേക്കാളും കൊള്ളാവുന്നതും ഇതാണ്. അതുപോലെ ഈ കുഞ്ഞാലിക്കുട്ടി സാറിന്റെ പത്രക്കാരുള്ള ഇന്റർവ്യൂ ആണ് ഈ ഒരു വേറെ വോയിസാണ്. ഇല്ല, ഞങ്ങളങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുങ്ങൾ മാധ്യമ പ്രവർത്തകർ വെറുതെ രണ്ടിക്കപ്പെട്ടിക്ക് വേണ്ടി പറയുന്നതാണ്. നോ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല. നോ, PC ജോർജും മാണി സാറും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുങ്ങൾ വെറുതെ നോ. ഇനി ആരാണ്? ഇനി മലയാള സിനിമയിലെ ശിവജി ഗുരുവായൂർ സാറിൻ്റെ ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലെ അനുശ്രീയുടെ അച്ഛൻ കഥാപാത്രമായ ഒരു സീൻ. അരുണ് ചാടിച്ചോ, ഇയാൾക്ക് എന്താ കൊടുക്ക എന്താ സന്തോഷമായിക്കോട്ടെ. കേട്ടോ അരുൺ, പുഴമ്പുറം പാടത്ത് ഒരു 10 പറക്ക് നിലുണ്ട്. ഇപ്പോൾ വലിയ വിലയില്ലെങ്കിലും അരിക്ക് ക്ഷാമുണ്ടാകുന്ന കാലത്ത് പൊന്നും വില കിട്ടും. തീർത്തില്ല, ധനലക്ഷ്മി ബാങ്കിൽ ലെഫ്റ്റ് ഉണ്ട്, 25,000 രൂപ ക്യാഷ് ആയിട്ട്. പിന്നെ മുറ്റത്തിറക്കുന്ന വണ്ടി 1984 അത് വാങ്ങുമ്പോൾ പുത്തനായിരുന്നു. ദാ സന്തോഷമായില്ലേ. അതുപോലെ ജാഫർ ഇടുക്കി സാറിൻ്റെ പണ്ടൊക്കെ എല്ലാവരും എന്നാ ഓരഞ്ച് ഈ സംഭവം ചെയ്യാറ്. പുള്ളി അച്ഛൻ കഥാപാത്രമായപ്പോൾ വേറൊരു മോഡുലേഷനായി. അപ്പോൾ അനുശ്രീയുടെ അച്ഛൻ കഥാപാത്രമായിട്ട് തന്നെ ഈ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ ആ സീക്വൻസ്. മോളെ, കുര്യച്ചൻ മോൾക്കൊരു കല്യാണാലോചന പറഞ്ഞാർന്നേ. അവര് തൊടുപുഴക്കാരാന്നാ പറഞ്ഞ്. ചെറുക്കൻ കനഡിനേസ. മോളെ കണന് വന്നോട്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളോടും ചോദിക്കട്ടെ, എന്നേച്ചും പറയാമെന്നും പറഞ്ഞു. മോൾക്ക് ഇങ്ങനെ കുമ്പളം നടന്നാൽ മതിയോ അതോ ലോകം ചുറ്റി സുഖമായി ജീവിക്കണോ? സന്തോഷമായി മക്കളെ, സന്തോഷമായി. താങ്ക് യു. അതുപോലെ നമ്മുടെ ശശികലിംഗ, അന്തരിച്ച ശശികലിംഗ ചേട്ടൻ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം ആ ഡയലോഗ് പറഞ്ഞ എങ്ങനെ ഇരിക്കുന്നു ട്രൈ ചെയ്യാം. മോഹൻ തോമസിന്റെ ഉത്തിഷ്ടവും അമേജവും കൂട്ടിക്കൊടുത്ത് 4 നേരം വൃത്താന്തം പെട്ടുകഴിഞ്ഞ് ആസനത്തിൽ ബാലം ചുവച്ചിരിക്കുന്ന നിന്നെപ്പോലുള്ള പരമശക്തികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ആ പേര് ചേരില്ല. അയം ഭാരത് കോഴി ചന്ദൻ. തീർച്ചയായിട്ടും. നന്നായിരുന്നു. മിമിക്രിയിലെ പല ഐറ്റംസും വളരെ നന്നായിട്ടുണ്ട്. ചിലതൊക്കെ ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. വരട്ടെ. ഷഫി, എന്നാ ഈ പറഞ്ഞ പോലെ സൗണ്ടൊക്കെ കയ്യിലുണ്ട്, പക്ഷെ അതിനൊന്ന് ഒരുക്കിയെടുക്കാനുണ്ട് ഇനി കുറച്ചുകൂടെ. ആള് ധൈര്യശാലിയാണ്. പിന്നെ നല്ലൊരു പേര്. എന്തായാലും നന്നായിരുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കി ഷാഫി എന്നുള്ള പേരോട് ഞാൻ ഫുൾ 100% ഹാപ്പി ആയത്. ഓക്കെ, താങ്ക് യു വികാസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.